ഹായ് ഹലോ, ഞാൻ രൂപേഷ്. വെൽക്കം ടു ഫാമിലി ടെയിൽസ്. നമ്മളിന്ന് PMSA ഹോസ്പിറ്റൽ കരുവാരകുണ്ടലിൻ്റെ ഒരു വിശദമായ അവിടുത്തെ താമസം അല്ലെങ്കിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു സംഭവം അവിടുത്തെ ഒരു കഫറ്റീരിയ പോലുള്ളൊരു സംഭവമാണ്. ഇത് പകൽ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്. രാത്രി കാലങ്ങളിലാണ് നമുക്ക് ഇങ്ങനൊരു കഫറ്റീരിയ അല്ലെങ്കിൽ ചായ, കോഫി, ജ്യൂസസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് വേണ്ടത്. കാരണം കൂട്ടിരിപ്പുകാർക്കാണെങ്കിലും രോഗികൾക്കാണെങ്കിലും ഒക്കെ ആ ഒരു സമയത്ത് രാത്രി കാലങ്ങളിൽ, അതേപോലെ പുലർച്ചെ സമയങ്ങളിൽ, ഏർലി മോർണിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി വരിക. രോഗികൾക്കൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ ഈ സാധനം വാങ്ങി കൊടുക്കാനൊക്കെ പറയാം ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല. പിന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റി കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഈ കാണുന്ന സംഭവങ്ങളിൽ ഫസ്റ്റ്, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിലൊക്കെയാണ് IP റൂമുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി വാങ്ങാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ഷോപ്പ് അതവിടെ നല്ലതാണ്. പക്ഷേ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കതുകൊണ്ടൊരു ഉപകാരം, ഹെൽപ്ഫുൾ ആവുള്ളൂ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് എൻ്റെ 2 മക്കൾ ഇവിടെ അഡ്മിറ്റായി. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതാണ് എടുത്ത് പറയാൻ കാരണം. പിന്നെ റൂമിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു രോഗിക്ക് കിടക്കാൻ ഒരു ബെഡ്, സൈഡിൽ വേറൊരു ബെഡ്, അങ്ങനെ 2 ബെഡ്, ചെയർ, അലമാര ഉണ്ട്, പൂട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു നല്ല വൃത്തിയുള്ള ഒരു യൂറോപ്യൻ ക്ലോസറ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. അതേപോലെ തന്നെ വാഷ് ബേസിനൊരു ടോയ്ലറ്റിൻ്റെ പുറത്ത് ഉണ്ട്. അതൊക്കെ വളരെ വൃത്തിയുള്ളതും മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന മെയിൻ ഒരു ഇത് വളരെ വിശാലമായ ഏരിയ ഉള്ള നല്ല അടിപൊളി മനോഹരമായൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങൾ, അതായത് നമുക്ക് രോഗികൾക്കാണെങ്കിലും കൂട്ടിരിപ്പുകാർക്കാണെങ്കിലും ഒക്കെ രാത്രി കാലങ്ങളിലുള്ള ഇത്തരം സൗകര്യങ്ങൾ കൂടി മികച്ചതാക്കേണ്ട ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. പിന്നെ ഇത് നടത്തിപ്പുകാർക്കുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവരത് യൂട്ടിലൈസ് ചെയ്യാത്തത് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജ്യൂസിനുള്ള ഐറ്റംസ് ഇല്ല, ഫ്രൂട്ട്സ് ഇല്ല. ചില സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ പഞ്ചസാര ഇല്ല. ഈ ഒരു രീതിയിലൊന്നും ശരിക്കും ഒരു ബിസിനസ് നടത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.